ക്ഷേത്രങ്ങളിൽ ടൺ കണക്കിന് സ്വർണം പൂഴ്ത്തിവെച്ചിട്ടുണ്ടെന്ന് ഫാദർ പോൾ തേലേക്കാട്. ലോക്സഭയിൽ അവതരിപ്പിച്ച ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ബില്ലുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കളെ പരാമർശിച്ച ഫാദർ പോൾ തേലേക്കാടിന്റെ പ്രതികരണത്തിൽ വാക്പോര്. ക്രൈസ്തവ സഭകൾ പണം പൂഴ്ത്തിവെക്കുകയല്ല, പൊതുസേവനത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ ടൺ കണക്കിന് സ്വർണമാണ് ക്ഷേത്രങ്ങളിൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. ഫോറിൻ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന NGO-കൾ എന്ത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്യുന്നത്? സർക്കാർ ചാനലുകളിലൂടെയാണ് ഫണ്ടുകൾ എത്തുന്നത്. സ്കൂളുകൾ, കോളേജുകൾ, ആതുരാലയങ്ങൾ എന്നിവയെല്ലാം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നടത്തുന്നത് ഇന്ത്യക്കാരാണ്. ഇത്തരം സേവനങ്ങളെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളായി കണക്കാക്കുന്നതിന് എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഇത്തരം സേവനങ്ങൾ ഇന്ത്യയിൽ ക്രൈസ്തവർ നടത്താൻ പാടില്ലെന്ന വ്യവസ്ഥ നിർബന്ധിത അടിച്ചേൽപ്പിക്കലാണ് നിയമമെന്നും ഫാദർ പോൾ തേലേക്കാട് പറയുന്നു. ക്ഷേത്രങ്ങൾക്കെതിരായ ഫാദർ പോൾ തേലേക്കാടിന്റെ നിലപാടിനെ വിമർശിച്ച് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ രംഗത്തെത്തി. ക്ഷേത്ര സ്വത്തുക്കൾ ഭക്തർ വഴിപാടായി സമർപ്പിച്ചതാണ്, അല്ലാതെ പാവങ്ങളുടെ ഫോട്ടോ കാണിച്ച് കബളിപ്പിച്ച് വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്നാലെന്ന് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് RV ബാബു ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ആ കട്ടില് കണ്ട് പനിക്കേണ്ട തേലേക്കാട എന്ന് തുടങ്ങുന്ന പ്രതികരണത്തിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉള്ളത്. ക്ഷേത്ര സ്വത്തുക്കൾ ഭക്തർ വഴിപാടായി സമർപ്പിച്ചതാണ്. ക്ഷേത്ര സ്വത്ത് എന്ത് ചെയ്യണമെന്ന് ഹിന്ദുക്കൾ തീരുമാനിക്കും. ക്രിസ്ത്യൻ മത തീവ്രവാദികളും ജിഹാദികളും ഒരുപോലെ നോട്ടമിടുന്നത് ക്ഷേത്ര സ്വത്തുക്കളിലാണ്. ഇരുവരുടെയും മാർഗം രണ്ടാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്. കള്ളക്കടത്തിലൂടെയും കള്ളപ്പണത്തിലൂടെയും അനധികൃത വിദേശ സംഭാവനകളിലൂടെയും കോടികൾ ഇന്ത്യയിലേക്കൊഴുക്കി ഹിന്ദുക്കളെ മതം മാറ്റാൻ ഉപയോഗിക്കുന്നത് ആദ്യം ഇവർ അവസാനിപ്പിക്കട്ടെ. തങ്ങളുടെ മതരാഷ്ട്ര സൃഷ്ടിയാണ് രണ്ടു കൂട്ടർ ഒരുപോലെ ലക്ഷ്യം വെക്കുന്നത്. പോർച്ചുഗീസ് പാരമ്പര്യവും മുഗൾ പാരമ്പര്യവുമാണ് ഇക്കൂട്ടർ തുടരാൻ ആഗ്രഹിക്കുന്നത്. ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ്. ഇവർ എതിർക്കുന്നത് ഹിന്ദുക്കളെയാണ്, ഹിന്ദു സംസ്കാരത്തെയും മതത്തെയുമാണ്. ഹിന്ദു സംഘടനകൾ അവരുടെ വഴിയിലെ തടസ്സങ്ങളായാണ് അവർ കാണുന്നത്. അതുമാത്രമാണ് ഹിന്ദു സംഘടനകൾക്കെതിരായുള്ള ഇവരുടെ ആക്രമണത്തിന് കാരണമെന്നും RV ബാബു പറയുന്നു.